ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അധികം വഴറ്റാണ്ട് കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫ് കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. അതിനായിട്ട് കുക്കറിൽ നമ്മൾ 2-3 സബോള എടുത്തിട്ടുണ്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളി ഇട്ടാ. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പെരിഞ്ചീരകം ഇത് അടിച്ച് വെച്ചേക്കുന്നതാണ്, ഒന്ന് ചതച്ച് വെച്ചേക്കുന്നത്. ഇനി ആ മിക്സും കൂടെ നമുക്ക് ഈ സബോളയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കാം കേട്ടോ, എല്ലാതും കൂടെ. പിന്നെ വെളിച്ചെണ്ണ നമുക്ക് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് മുഴുവനായിട്ട് വാടൊന്നും വേണ്ട കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-4 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇനി കുരുമുളക് പൊടിയാണ് ആവശ്യമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 അല്ലെങ്കിൽ 2 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ മിക്സും സബോളയുടെ മിക്സ് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് കുറേ നേരം സബോള ഇട്ട് വഴറ്റണമൊന്നുമില്ല, ഇതിലൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ എല്ലാ ബീഫും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബീഫും മസാലയും സബോളയും എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കുക്കറിൽ അടച്ചിട്ട് ഒരു 5-6 വിസിലൊക്കെ അടച്ച് നമുക്ക് തുറന്നെടുക്കാം. അപ്പം നല്ലൊരു അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സബോള വഴറ്റി സമയം കളയണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ.